ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPIM കൂടുതൽ പ്രതിരോധത്തിലാവുകയാണോ? പത്മകുമാറിനും വിജയകുമാറിനും വാസുവിനും ശേഷം കൂടുതൽ ഉന്നതരിലേക്ക് നീങ്ങുകയാണോ അന്വേഷണ സംഘം? മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി SIT രേഖപ്പെടുത്തി എന്ന നിർണായക വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. പ്രതിപക്ഷം പറഞ്ഞതെല്ലാം ശരിയായി വരുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വവും മുൻ മന്ത്രിയുടെ മൊഴിയെടുത്തത് സ്വാഭാവിക നടപടിക്രമം മാത്രമെന്ന് CPIM നേതൃത്വവും പ്രതികരിച്ചു. തന്റെ കാലത്തെ ദേവസ്വം ബോർഡിനെ അടക്കം മുൻ മന്ത്രി തള്ളിപ്പറഞ്ഞു എന്നതാണ് സൂചന. ഇതിനിടെ വിവാദ വ്യവസായി ഡിണ്ടിഗൽ മണിയെയും കൂട്ടാളികളെയും ഇന്ന് 10 മണിക്കൂറിലേറെയാണ് SIT ചോദ്യം ചെയ്തത്. ശബരിമല കൊള്ളയിലെ SIT അന്വേഷണം അതിനിർണായക ഘട്ടം പിന്നിട്ടോ? ആരുടെ കയ്യിലാകും ഇനി വിലങ്ങ് വീഴുക? ആദ്യം സ്രാപ്പ് കാണാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കങ്ങളിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വിശദമായ മൊഴി ശനിയാഴ്ച രേഖപ്പെടുത്തി. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചാണ് അന്വേഷണ സംഘം കടകംപള്ളിയുടെയും മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് വിവരം. എന്നാൽ പത്മകുമാറിനെയും 2019 ദേവസ്വം ബോർഡിനെയും മുൻ മന്ത്രി പൂർണ്ണമായി കൈവിട്ടതായാണ് സൂചന. ദേവസ്വം ബോർഡ് നടത്തിയ വഴിവിട്ട ഇടപാടുകൾക്ക് ബോർഡ് ഭരണസമിതി മാത്രം ഉത്തരവാദി എന്ന നിലപാടിലായിരുന്നു കടകംപള്ളി. സർക്കാരിന്റെ മുന്നിൽ ഒരു അപേക്ഷയും എത്താത്തതിനാൽ അത് പരിഗണിക്കേണ്ടി വന്നിട്ടില്ല. സർക്കാർ തലത്തിൽ ഒരു ഇടപെടലും നടന്നിട്ടില്ലെന്നും കടകംപള്ളി വിശദീകരിച്ചു. കടകംപള്ളിക്ക് പുറമെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൽ നിന്നും SIT മൊഴിയെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് 7-ാം തീയതിയിലേക്ക് മാറ്റിയ കോടതി റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെ 2 CIമാരെ കൂടി ഉൾപ്പെടുത്തി SIT വിപുലീകരിക്കും. SITയുടെ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഇതിന് അനുമതി നൽകിയത്. RDX ന്യൂസ് മലയാളം. 2019 ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നായിരുന്നു മൊഴിയെടുപ്പിനെക്കുറിച്ച് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണെങ്കിൽ ആദ്യം വരുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടിയതിന് പിന്നാലെ എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളുമെന്നാണ് A. പത്മകുമാർ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മൊഴിയിൽ നേരത്തെ സൂചിപ്പിച്ച ദൈവതുല്യൻ ആര്? കടകംപള്ളിയാണോ എന്ന ചോദ്യത്തിന് വേട്ട നായ്ക്കളോ ശവന്തീനികളോ അല്ല എന്നായിരുന്നു പത്മകുമാറിന്റെ മറുപടി. ദൈവതുല്യരായ ചിലർ കൊള്ളയ്ക്ക് കൂട്ടുനിന്നെന്ന് പത്മകുമാർ നേരത്തെ മൊഴി നൽകിയിരുന്നു. ദൈവതുല്യരായ പലരും ഇതിലുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ആരാണെന്ന് എന്തോ പല ആളുകൾ വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല സാറേ. ഈ എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ മൊഴി ഇത് പ്രതികളെല്ലാം പറഞ്ഞിരിക്കുന്നത്. സഖാവ് പറഞ്ഞിട്ടാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരും നിഷ്കളങ്കരല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും സതീശൻ ആരോപിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ നിലവിൽ 3 CPIM നേതാക്കളാണ് ജയിലിലുള്ളത് എന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. പ്രതിപക്ഷം പറഞ്ഞതെല്ലാം ശരിയായെന്നും CPIMലെ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്നും ഈ വിഷയം സജീവമായി ഉയർത്തിയ രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് നീട്ടിക്കൊണ്ടുപോയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മർദ്ദം ചെലുത്തിയത്. സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സീക്വൻസാണ്. അത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ബന്ധമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്. ഒരാളും നിഷ്കളങ്കരല്ല, ഇവരാരും നിഷ്കളങ്കരല്ല, ഇവരാരും. പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണെന്ന് വന്നിരിക്കുന്നു. ഇനിയും ഇതുമായി ബന്ധമുള്ള വൻ സ്രാവുകൾ വലയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയ്യപ്പനോട് കളിച്ചാൽ ആർക്കും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കോണം. കളി ഏതായാലും അയ്യപ്പനോട് വേണ്ട എന്നാണ് ഇത് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ കൂടെ നമുക്ക് പരിശോധിച്ച് വരാം. പത്മകുമാറിനെ വെട്ടിലാക്കിയുള്ള മൊഴിയാണ് ഇന്ന് ജയകുമാറിന്റെ ഭാഗത്തുണ്ടായത്. പത്മകുമാർ പറഞ്ഞത് പ്രകാരമാണ് രേഖകൾ വായിച്ചു നോക്കാതെ ഒപ്പുവെച്ചത് എന്ന് N. വിജയകുമാർ മൊഴി കൊടുത്തു എന്നാണ് അറിയുന്നത്. കൂടുതൽ കാര്യങ്ങൾ പത്മകുമാർ വിശദീകരിച്ചില്ല എന്നും വിജയകുമാർ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വഴിവിട്ട് സഹായിച്ചതിനെ പറ്റി വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട്. പത്മകുമാറും വിജയകുമാറും ശങ്കർദാസും അറിഞ്ഞാണ് പോറ്റിയെ വഴിവിട്ട് സഹായിച്ചത്. പോറ്റിക്ക് സഹായം ഒരുക്കുന്നതിനായി ദേവസ്വം മാനുവൽ പോലും തിരുത്തി എന്നും റിപ്പോർട്ടിലുണ്ടെന്ന് കാണുന്നു. വിജയകുമാറും ശങ്കർദാസും സ്വർണ്ണപ്പാളികൾ മാറ്റാൻ പത്മകുമാറിന് കൂട്ടുനിന്നുവെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. കുരുക്കായത് മിനിറ്റ്സും മൊഴിയുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് വിജയകുമാർ ആദ്യം നൽകിയ മൊഴി കള്ളമാണെന്ന് SIT കണ്ടെത്തി.
2019 മാർച്ച് 19 ചേർന്ന ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സിൽ കൃത്രിമം നടത്തിയതായും SIT കണ്ടെത്തിയിട്ടുണ്ട്. മിനിറ്റ്സിൽ ബോർഡ് അംഗങ്ങളെല്ലാം ഒപ്പുവെച്ചിരുന്നു. അംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് SITയുടെ നിഗമനം. പ്രസിഡന്റിന് മാത്രമായി ഒന്നും ചെയ്യാനാകില്ല എന്നും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും പത്മകുമാറും മൊഴി നൽകിയിട്ടുണ്ട്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഡി മണിയുടെ ചോദ്യം ചെയ്യൽ ഇന്ന് 10 മണിക്കൂർ നീണ്ടു എന്നതാണ് നമ്മൾ കാണുന്നത്. പ്രവാസി വ്യവസായിയുടെ മൊഴി പ്രകാരം ഡി മണി ശബരിമല പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതിലെ പ്രധാനിയാണ് എന്നതാണ് നമ്മൾ അറിയുന്നത്. നേരത്തെ ഡിണ്ടിഗലിലെത്തി ഡി മണിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. താൻ ഡി മണിയല്ല എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇയാൾ നേരത്തെ വിശദീകരിച്ചത്. തൻ്റെ പേരല്ല അത് എന്ന്. ഡി മണിക്ക് സ്വർണ്ണ ഉരുപ്പടികൾ വിറ്റെന്ന് മൊഴി നൽകിയത് പ്രവാസിയായ ഒരു മലയാളി വ്യവസായിയാണ്. അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയ ഇടപെട്ടിട്ടുണ്ട് എന്ന് SITയോട് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, രമേശ് ചെന്നിത്തലയാണ്. മണിയുടെ ഇടനിലക്കാരായ ബാലമുരുകനും ശ്രീകൃഷ്ണനും ഇന്ന് SITക്ക് മുന്നിൽ ഹാജരായിരുന്നു. സ്വർണ്ണ ഉരുപ്പടി വ്യാപാരത്തിന് ഡി മണിക്കും പോറ്റിക്കും ഇടയിൽ നിന്നത് ഇവരാണെന്നാണ് വിവരമുള്ളത്. ഇതാണ് ഇന്നത്തെ സംഭവവികാസങ്ങളുമായിട്ട് ചേർന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇതിപ്പോൾ സ്വർണ്ണ കൊള്ള, ശബരിമല കേന്ദ്രമായിട്ടുള്ള സ്വർണ്ണക്കൊള്ള എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സംഭവവികാസങ്ങൾ, അതിൻ്റെ ഗൗരവം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ കരുതിയതുപോലെ അത് മന്ത്രിയിലേക്ക്, അക്കാലത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ് അന്വേഷണം. ഇപ്പോൾ നമ്മോടൊപ്പം VS അനു കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അനു, ഇതിപ്പോൾ തുടക്കം മുതൽ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ് VS അനു. അവിടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവപ്പെട്ട് വരികയാണ്. ഇന്നത്തെ ഇതിനേക്കാൾ ഗൗരവമായിരിക്കും നാളെയുള്ള സംഭവങ്ങൾക്കുണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2019 മന്ത്രിയായിരുന്നതുകൊണ്ട് തന്നോട് കാര്യങ്ങൾ ചോദിച്ചു, താൻ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഈ രമേശ് ചെന്നിത്തലയും BD സതീശനും പോലുള്ള പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് പോലെ തനിക്കുമേൽ വലിയ അപകടമൊന്നും വരാനില്ല എന്ന ആത്മവിശ്വാസം കടകംപള്ളിക്ക് യഥാർത്ഥത്തിലുണ്ടോ, ഉണ്ടായിരുന്നോ? എന്താണ് ഇനി അങ്ങോട്ട് സംഭവിക്കുക? സരീഷ്, തീർച്ചയായും ഓരോ ദിവസം കഴിയും തോറും ഗൗരവം കൂടുന്ന ഒരു കേസായി ശബരിമല ഈ കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള എന്ന കേസ് വരുന്നു. നോക്കൂ, അതായത് 4-5 മാസം മാത്രം ബാക്കിയുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് 2019 മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയെടുക്കലിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നത്. അതായത് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM-ന് ഉണ്ടായ തിരിച്ചടിക്കും പ്രധാന കാരണങ്ങളിൽ ഒന്നായി അവർ തന്നെ വിലയിരുത്തുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇനിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് ഒരു വലിയ ആയുധം കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അവർ ആ തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യും. നമുക്കറിയാം, അപ്പോൾ ഈ പറയുന്ന സ്വർണ്ണം കട്ടവൻ ആരപ്പ എന്നൊക്കെ പറയുന്ന പാരഡി ഇറക്കിയും അങ്ങനെ വലിയൊരു വിഷയമായി അവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കടകംപള്ളി മാത്രമല്ല, കഴിഞ്ഞ ഈ തൊട്ടടുത്ത ഈ കാലാവധി അവസാനിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴിയും കൂടി കഴിഞ്ഞ ശനിയാഴ്ച പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേരോടും നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടുപേരും പറയുന്നത് ചില കാര്യങ്ങളുടെ വ്യക്തത അവർ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ചില കാര്യങ്ങൾ ഈ ബോർഡ് മീറ്റിംഗ്, ബോർഡിലെ മിനിറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രശാന്തിനോട് ചോദിച്ചതെങ്കിൽ 2019 ഈ ഇടപാട് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ തനിക്കറിയാം എന്നുള്ള കാര്യമാണ് കടകംപള്ളിയോട് അന്വേഷണ സംഘം ചോദിച്ചത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ചോദിക്കും. അത് അറിയില്ല എന്ന് പറഞ്ഞൊഴിയാൻ കടകംപള്ളിക്ക് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന പടങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ തന്നെ വന്നതൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്ത് മറുപടിയാണ് കടകംപള്ളി പറഞ്ഞത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ വലിയ ഒരു ചർച്ചയാവുകയും വാർത്തയാവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു വശത്ത് വലിയ മൊഴിയെടുപ്പ് നടന്നു. ഈ ശബരിമലയിലെ ഈ പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ട് എന്നുള്ള വെളിപ്പെടുത്തേണ്ട അടിസ്ഥാനത്തിൽ ഡി മണിയെ ഇന്ന് 10 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഡി മണിയുടെ കൂട്ടാളികളായ ബാലമുരുകൻ, അതുപോലെ ശ്രീകൃഷ്ണൻ എന്നിവരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വളരെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കേസിന്റെ അന്വേഷണം പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ മനസ്സിലാകുന്നത്. കാരണം ഇതിലിപ്പോൾ ഇതൊരു മോഷണ കേസാണ് പ്രാഥമിക ഘട്ടത്തിൽ, അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ടൊരാണ് അനു പറയാൻ വന്നത്. ഞാനൊരു ചോദ്യം രണ്ടാമത് ചോദിക്കുക. അതായത് ഈ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതാണ് അത് പറയാൻ വേണ്ടി വന്നത്. പക്ഷേ തൊണ്ടി മുതൽ എന്ന് വെച്ചാൽ ശബരിമലയിൽ നിന്ന് കടത്തിയ ഈ സ്വർണം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ SITക്ക് സാധിച്ചിട്ടില്ല. അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ സാധിക്കാത്തത് അന്വേഷണത്തിൻ്റെ യഥാർത്ഥ മുന്നോട്ട് പോക്കിനെ ബാധിക്കുകയില്ലേ അനു?
തീർച്ചയായും സതീഷ്, ഒരു മോഷണ കേസിൽ ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ടത് അത് തൊണ്ടി മുതലാണ്. ഇവിടെ തൊണ്ടി മുതൽ നമുക്ക് കണ്ടെത്താൻ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, സാധാരണ ഇത്തരം കേസുകളിൽ ഈ പറയുന്ന ഇപ്പോൾ ഒരാൾ മോഷണം നടത്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ മോഷണം നടത്തുകയും അവർ അത് വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ലാഭം ഉണ്ടാക്കൽ ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഒഴികെ മറ്റാരെങ്കിലും നടത്തിയോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചതിൻ്റെയോ തെളിവുകൾ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ സനീഷ്, നമുക്കറിയാം ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശനമൊക്കെ നടക്കുന്ന വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ കൃത്യമായ സ്റ്റാൻഡുമായി നിൽക്കുന്ന അന്ന് എൻ വാസുവാണ് ദേവസ്വം കമ്മീഷണറായിരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സർക്കാരിൻ്റെ തന്നെ എതിരായിട്ടുള്ള ഒരു നിലപാടെടുത്ത് നിന്ന മനുഷ്യനാണ് പത്മകുമാർ. അതായത് എൻ വാസുവും പത്മകുമാറും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു അഭിപ്രായ ഭിന്നത അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയുള്ള രണ്ട് മനുഷ്യന്മാർ ഒരുമിച്ച് ചേർന്ന് ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോയി എന്നൊക്കെയുള്ള വാദങ്ങൾ കോടതിയിൽ എത്രമാത്രം നിൽക്കും? പ്രത്യേകിച്ച് ഇവിടെ ഈ കേസിൽ എല്ലാവരും പ്രതികളാണ്, ഇവിടെ സാക്ഷികൾ ഇല്ല. ഇപ്പൊ നോക്കൂ, വിജയകുമാറിനെ ഒരു പക്ഷേ സാക്ഷിയാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ സാക്ഷിയാക്കിയിരുന്നെങ്കിൽ, അതായത് ഇവർ ഇവിടെ സ്വർണം പാളി കൊണ്ടുവന്നു, ഇവർ വേർതിരിച്ചെടുത്തു, ഞാൻ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞ് പങ്കജ് ഭണ്ഡാരിയെ സാക്ഷിയാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കേസിന് ഒരു കേസ് നടത്തിപ്പിൽ ഒരു കുറച്ചുകൂടി ബലം കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം എല്ലാ പേരും പ്രതികളാണ്, ഒരു സാക്ഷികളുമില്ല, തൊണ്ടി മുതലില്ല. അങ്ങനെയൊക്കെയുള്ളൊരു കേസ് എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ നിൽക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ അതേസമയം രാഷ്ട്രീയമായി ഈ കേസിന് വലിയ പ്രത്യാഘാതം അത് നിയമസഭയിൽ അടക്കം ഉണ്ടാകുമെന്നാണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ സംശയം. അതായത് ഇപ്പോൾ ദൈവതുല്യരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് പത്മകുമാർ മൊഴി നൽകിയതായിട്ടാണല്ലോ നമ്മുടെ മുന്നിലുള്ള വസ്തുത. ഈ ദൈവതുല്യരാരാണ്? കടകംപള്ളി സുരേന്ദ്രനാണോ എന്ന് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഇപ്പോൾ ശബരിമല എന്നൊരു മഹാക്ഷേത്ര ദേവസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നൊരു തട്ടിപ്പ്, അതിൻ്റെ ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാൾ ോട് ചോദിക്കും, അയാൾ ദൈവസ്ഥാനത്തുള്ള ആൾ, ദൈവതുല്യനായിട്ടുള്ള ആളെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പൂജാരി, പുരോഹിതൻ എന്നതുകൂടെ മനസ്സിൽ വരാം. പക്ഷേ മാധ്യമങ്ങളാരും തന്ത്രിയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കാത്ത എന്താണ്? നിശ്ചയമായിട്ടും രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ മറ്റൊരു ചോദ്യം, ഞാൻ ഈ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, ടെലിവിഷൻ ചർച്ചകളൊക്കെ കാണായിരുന്നു, അതിനകത്ത് ആരും ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നേ ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വല്ലാതെ തോന്നുന്നൊരു മൗനം അക്കാര്യത്തിൽ? തീർച്ചയായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ശബരിമലയിലേക്ക് വന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ ശ്രീറാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രി എന്ന് പറയുന്നത് കണ്ഠരര് മോഹൻറാണ്, അദ്ദേഹമാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഇന്ന് മറ്റൊരു രസകരമായ ഒരു ഡെഫിനിഷൻ കൂടെ വരുന്നുണ്ട്. അതായത് ആരാണ് ദൈവതുല്യർ എന്ന് പറയുമ്പോൾ അത് ശവന്തീനികളല്ല, അതായത് നോൺ വെജ് അല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാവുന്ന തരത്തിലുള്ള പ്രതികരണം കൂടെ ഇന്ന് പത്മകുമാറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും അങ്ങോട്ട് മാധ്യമങ്ങളടക്കം പോകുന്നില്ല. കാരണം ഈ പറയുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട ഈ മോഷണ വസ്തു വാങ്ങി എന്ന് പറയുന്ന ഗോവർദ്ധന്റെ റൊദ്ധം ജുവലറിയുടെ ഉദ്ഘാടനത്തിന് അവിടെ പോയത് ശബരിമല തന്ത്രിയാണ്, അവിടുത്തെ ഈ ഉദ്ഘാടനത്തിന് അതിൻ്റെ പൂജയ്ക്കായി. അപ്പോൾ ആ ഒരു വശത്തേക്ക് അന്വേഷണവും മാധ്യമങ്ങളും കടക്കാത്ത ഒരു അത്ഭുത പ്രതിഭാസം കൂടി ഈ ശബരിമല സ്വർണ്ണ കടത്ത് കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ശരി, നന്ദി അനു വിവരങ്ങൾക്ക്. ശബരിമല സ്വർണ്ണക്കടത്ത് സംഭവം അങ്ങേയറ്റം ഗൗരവതരമായ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്, അടരുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടര് നിശ്ചയമായിട്ടും തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് അതിനകത്തൊരു രാഷ്ട്രീയ സംഗതിയുണ്ട്. കാരണം CPIMൻ്റെ സർക്കാരുകൾ ഭരിക്കുന്ന കാലത്താണ് ഈ സംഭവം ഉണ്ടായത്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടി നിയോഗിച്ച ആളുകളാണ് ഇതിനകത്ത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പത്മകുമാർ ഒന്നും നിസ്സാരക്കാരനായിട്ടുള്ള ആളല്ല, വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തിനകത്ത് പങ്കാളിത്തമുണ്ട് എന്ന കണ്ടെത്തൽ ഒരുപക്ഷെ SITക്ക് ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും CPIMൻ്റെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ കൂടെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമായിട്ട് CPIMന് മുകളിലേക്ക് വരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇക്കാര്യത്തെ ഭയപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ ഗൗരവത്തോടെ കാണേണ്ടതില്ല എന്ന ഒരു തോന്നലാണ് പുറത്തേക്ക് CPIM പ്രകടിപ്പിക്കുന്നതെങ്കിലും നാട്ടുകാർക്ക് ഇത് CPIMന് നേരെ വിരലുകൾ ചൂണ്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ലോകത്തിലെ തന്നെ സുപ്രധാന സ്ഥാനമുള്ള ദേവസ്ഥാനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഇടമാണ് കേരളത്തിലെ ശബരിമല. അനേക ലക്ഷം വിശ്വാസികൾ
അവരുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഇടമാണ്. അതിനകത്ത് നിന്ന് ഒരു സ്വത്ത് മോഷ്ടിക്കപ്പെടുക എന്ന് വെച്ചാൽ അതിനകത്ത് മോഷ്ടിക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ വില മാത്രമല്ല, മോഷ്ടിക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ വില മാത്രമായിട്ടല്ല അതിനെ കാണേണ്ടത്. അത് ആ ദേവസ്ഥാനത്ത് നിന്ന് പോകുന്നു എന്നതിൻ്റെ ഒരു വലുപ്പ കൂടുതൽ അതിന് സ്വാഭാവികമായിട്ടുമുണ്ട്. അത് കേരളത്തിൻ്റെ ആകെ ഒരു സ്വത്തിൽ നിന്ന് കേരളത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കൂടെ മൂല്യം ചേർന്ന് നിൽക്കുന്ന ഒരു സ്വത്ത് അടിച്ചു മാറ്റുകയാണ് എന്ന കാര്യം വരികയാണ്. അത് ഈ തട്ടിപ്പുകാർ മാത്രമല്ല, CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ കൂടെ നടത്തിയിരിക്കുന്നു എന്ന ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗൗരവം സ്വാഭാവികമായിട്ടും കൂടും. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ മന്ത്രിയും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും തമ്മിൽ രാഷ്ട്രീയമായിട്ട് ഒരേ പാർട്ടിയിലായിരുന്നെങ്കിലും അവർ വല്ല രസത്തിലായിരുന്നില്ല എന്നൊരു വർത്തമാനം പലയിടങ്ങളിലായിട്ട് വരുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാഷ്ട്രീയത്തിൽ പാർട്ടിയിൽ ഞാൻ കടകംപള്ളിയേക്കാൾ മുതിർന്നയാളാണെന്ന് തോന്നലുള്ളതുകൊണ്ട് ഇദ്ദേഹം ഈ പത്മകുമാർ കടകംപള്ളിയോട് വേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ലായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി എന്ന നിലക്ക് എന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ അങ്ങനെ പരസ്യമായിട്ടല്ലെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഈ പങ്കാളിത്തത്തെയോ അല്ലെങ്കിൽ പങ്കാളിത്തത്തെ സംശയിക്കുന്ന കാര്യത്തിലോ പിൻവലിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ. ആ ദേവസ്വം വകുപ്പ് കടകംപള്ളി സുരേന്ദ്രൻ്റെ കൈവശമാണ്. സ്വാഭാവികമായിട്ടും SITക്ക് ഇക്കാര്യങ്ങൾ അന്വേഷിക്കുന്ന SITക്ക് സ്വാഭാവികമായിട്ടും മന്ത്രിയിലേക്ക് പോകേണ്ടതായി തന്നെ വരും. മന്ത്രി പറഞ്ഞ മൊഴി ആകപ്പാടെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനല്ല SIT നിശ്ചയമായിട്ടും ശ്രമിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും കോടതിയുടെ ഒരു മേൽനോട്ടം കൂടെ ഉണ്ട് എന്നതുകൊണ്ട്. പക്ഷേ മന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മന്ത്രി കൊടുത്ത മൊഴിയെ അവർ ഏത് നിലയ്ക്ക് വ്യാഖ്യാനിക്കുമെന്നതൊക്കെ നമ്മൾ വരും സമയത്ത് അറിയേണ്ടതാണ്. പക്ഷേ ഈ പത്മകുമാർ ദൈവതുല്യരെന്ന് പ്രയോഗിച്ചിരിക്കുന്നത് മന്ത്രിയെ മാത്രമാണ്. ഈ കേരളം പോലൊരു സ്ഥലത്തൊരു മന്ത്രി ദൈവതുല്യൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള ഒരാൾ ദൈവതുല്യൻ എന്ന് ഇതുപോലെ ഒരു ശബരിമല എന്ന ദേവസ്ഥാനം കേന്ദ്രമായിരിക്കുന്നൊരു വിവാദം വന്നപ്പെടുമ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയും എന്ന് വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അത് ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ദേവസ്ഥാനങ്ങൾ ഉണ്ടാകുന്ന പുരോഹിതനായിക്കൂടെ എന്ന ചോദ്യം മനസ്സിലേക്ക് വരാൻ. പക്ഷെ അതാരും ചോദിക്കുന്നില്ല. തന്ത്രിയെ ചോദ്യം ചെയ്യുമോ, അല്ലെങ്കിൽ തന്ത്രിയെ കൂടെ കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ തന്ത്രിക്ക് കൂടെ പങ്കാളിത്തം ഉണ്ടായിരിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ആ നിലക്ക് വരുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നിശ്ചയമായിട്ടും SITക്ക് ഞാൻ കരുതുന്നത് നിശ്ചയമായിട്ടും ഈ മന്ത്രിയിലേക്ക് പോയതുപോലെ തന്നെ തന്ത്രിയിലേക്കും പോകേണ്ടതായിട്ട് വരും. കാരണം ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മന്ത്രിക്കും ഉണ്ടായിരിക്കെ ശബരിമല ഒരു ദേവസ്ഥാനമായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ സകലമാന ഉത്തരവാദിത്വവും അവിടേക്ക് ആരൊക്കെ വരുന്നു, എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കൊണ്ടുപോകുന്നു, അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ തന്ത്രിക്ക് കൂടെ പങ്കാളിത്തമുണ്ട് എന്നതുകൊണ്ട് SIT ഇന്നല്ലെങ്കിൽ നാളെ തന്ത്രിയിലേക്ക് കൂടെ മൊഴിയെടുക്കാനായിട്ട്, ചോദ്യം ചെയ്യുക എന്ന പ്രയോഗം നമ്മൾ ഉപയോഗിക്കേണ്ട, മൊഴിയെടുക്കാനായിട്ട് പോകേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനകത്തുള്ള രാഷ്ട്രീയം വളരെ സുവ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രതിപക്ഷ നേതാക്കൾ രമേശ് ചെന്നിത്തലയും BD സതീശനും മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതൊന്നും കാര്യമുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് അസംഭവ്യമായുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തല ആദ്യഘട്ടത്തിൽ പറഞ്ഞ വിവാദ സംഗതികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിപ്പോൾ ഡയമണ്ട് മണി, ഡിണ്ടിഗൽ മണി എന്നൊരു ദുരൂഹ പേരൊക്കെയുള്ള, അത് ഞാനല്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഇത് ആകപ്പാടെ ദുരൂഹതയുള്ള കാര്യങ്ങൾ SITയുടെ മുന്നിലേക്ക് വരികയാണ്. ഇതിനകത്ത് ഈ സ്വർണം കടത്തിയെന്നത് മാത്രമല്ല, നമ്മുടെ പുരാവസ്തുക്കൾ ദേവസ്ഥാനങ്ങളിൽ നിന്ന്, ക്ഷേത്രങ്ങളിൽ നിന്ന്, മഹാദേവസ്ഥാനങ്ങളിൽ നിന്ന് പുരാവസ്തുക്കളെടുത്ത് വിദേശത്തേക്ക് കടത്തുന്നൊരു വലിയ കൊള്ളസംഘം തന്നെ ഉണ്ട് എന്ന തരത്തിലുള്ള മൊഴി കൊടുക്കലുകൾ രമേശ് ചെന്നിത്തലയെ പോലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാകുമ്പോൾ അതിനങ്ങ് തള്ളിക്കളഞ്ഞേക്കാം എന്നൊരു തോന്നൽ എന്തായാലും SITക്ക് ഉണ്ടാവുകയില്ല. കോടതിക്ക് ആ നിലപാട് സ്വീകരിക്കാൻ പറ്റുകയില്ല. പൊതുസമൂഹത്തിനും നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. RDXന് തീർച്ചയായിട്ടും പറ്റുകയില്ല. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ കാണേണ്ടത്. CPIMന് ഇക്കാര്യത്തിൽ മറുപടി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സർക്കാരും ദേവസ്വം ബോർഡ് വകുപ്പും പറയേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ഇത്തരം ചോദ്യങ്ങൾ അവരോട് നാട്ടുകാർ ചോദിക്കുകയും ചെയ്യും. അപസർപ്പക കഥകളെ വെല്ലുന്ന വഴിത്തിരിവുകളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അനുദിനം സംഭവിക്കുന്നത്. കളവ് നടന്ന കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നതുകൊണ്ട് അന്വേഷണ സംഘം സ്വാഭാവിക നടപടി പ്രകാരം അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി എന്ന CPIM പ്രതിരോധം അത്ര ബലവത്താണോ എന്ന് RDXന് സന്ദേഹമുണ്ട്. ഇനി കളവിലും ക്രമക്കേടിലും ഒന്നും മുൻമന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വന്നാൽ കൂടി ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകാൻ അദ്ദേഹത്തിനാകില്ല. ദേവസ്വം ബോർഡ് സ്വയം ഭരണാധികാരമുള്ള ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണെന്നും അവിടെ നടന്നതൊന്നും മന്ത്രി അറിയേണ്ടതല്ല, അറിഞ്ഞിട്ടുമില്ല എന്ന വാദം സാങ്കേതികമായി നിലനിൽക്കുമെങ്കിലും പൊതുസമൂഹം അത് തൊണ്ട തൊടാതെ വിഴുങ്ങില്ല. പുതിയ കാലത്ത് രാഷ്ട്രീയമായി ശരിയല്ലാത്ത പ്രയോഗമെന്ന് വിവക്ഷിക്കാമെങ്കിലും സീസേഴ്സ് വൈഫ് മസ്റ്റ് ബി എബോവ് സസ്പീഷൻ എന്ന ഗ്രീക്ക് ചൊല്ലിൻ്റെ ആന്തരികാർത്ഥം നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും അധികാര സ്ഥാനങ്ങളിലുള്ളവർക്കുമെല്ലാം എല്ലാ കാലത്തും ബാധകമാണ്. ഡിണ്ടിഗൽ മണിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് നിർണായക ലീഡുകൾ എന്തെങ്കിലും കിട്ടിയോ എന്നും വരും ദിവസങ്ങളിൽ വെളിപ്പെടും എന്ന് കരുതാം.